പോകുന്ന ശബ്ദം ആരുടെയാണ്? ആദ്യമായിട്ട് നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമകളിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരുപാട് ഇടിച്ചു കയറിയ ഒരു നടനുണ്ട്, ചെമ്പൻ വിനോദ് ജോസ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ജയിലെന്ന് പറഞ്ഞാ അതൊരു സംഭവമാണ്. ഒരു കണക്കിന് പറഞ്ഞാ അവിടെ ഉള്ളവരൊക്കെ ഓരോ തരത്തില് കഴിവ് തെളിച്ചിട്ടുള്ള ആൾക്കാരാ. അങ്ങനെ നോക്കുമ്പോ അവരൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് പീപ്പിൾസ് ആണ്. ഹൈ, നീ എന്തുകൊണ്ടാടാ കറിയണേ? ഒന്നില്ലെങ്കിൽ ചിക്കൻ ബിരിയാണി ഉള്ള ദിവസം തന്നെ ജയിലിൽ വരാൻ പറ്റിയത് നിന്റെ ഭാഗ്യല്ലടാ. സന്തോഷിക്കടാ നീക്ക്. താങ്ക് യു. അടുത്തത് അതുപോലെ തന്നെ മറ്റൊരു ന്യൂ ജനറേഷൻ സിനിമകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കോമഡി ആയിട്ട് ഇടിച്ചു കയറിയ ഒരു നടനാണ് വിനയ് ഫോർട്ട്. അദ്ദേഹത്തെ നോക്കാം. ആക്ച്വലി എന്റെ പ്രശ്നം എന്താണെന്നറിയോ സാറേ, എന്റെ തലയില് മുടിയില്ല. അപ്പൊ ഈ സിനിമയില് കാണുന്ന പോലത്തെ വിഗില്ലേ, അതൊന്ന് സെറ്റ് ചെയ്താലെന്ന് ആലോചിക്കാം. വേണ്ട അല്ലേ? ഓക്കെ. അപ്പൊ ജോർജ് എനിക്കൊരു ഉപകാരം ചെയ്യൂ. മലർ മിസ്സിന്റെ അടുത്ത് ജോർജ് പറയണം, വിമൽ സാറ് ഭയങ്കര നല്ല മനസ്സാണ്, നല്ലോണം ഓടും, പാടും, പാടണ്ട അല്ലേ? അപ്പൊ ഓക്കെ അല്ലേ? താങ്ക് യു. ചേട്ടാ, ഇനി ഏതാണ് അടുത്ത ശബ്ദം? വില്ലനായി കടന്നു വന്ന് ഒട്ടേറെ കോമഡി വേഷങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ, നമ്മുടെ എല്ലാം സുഹൃത്തായ കോട്ടയം നസീർക്കായെ കുറിച്ച് വളരെ തമാശയ്ക്ക് പറഞ്ഞ ഒരു ടോക്ക് ഷോയിലെ ഒരു ഡയലോഗും അദ്ദേഹം കഥാനായകൻ എന്ന സിനിമയിൽ പാടിയ ഒരു ചെറിയ പാട്ടും. ഓക്കെ. ഈ കോട്ടയം നസീറെന്ന് പറയുന്നവരുണ്ടല്ലോ, അവരുടെ അനുകരിച്ച് ആ കോട്ടയെ മൊത്തം വാങ്ങിക്കൂട്ടി. എന്താ വല്ലപ്പോഴും കാണുമ്പോ ഇന്നാ ചേട്ടാ ചായ കുടിക്കാനെന്ന് പറഞ്ഞൊരു 5 രൂപ തരുകേല. 0 ഡിഗ്രിയിൽ 20 കൊല്ലം തോക്കും തോട്ടയും ഏത് അതിർത്തിയിൽ നോക്കിയിരുന്നതിലാക്കി പിടിച്ചത് കൊക്കിന് വേണ്ടി വെക്കാനല്ല. പല പല പ്രശ്നം വന്നു പിടിച്ചത്, റബ്ബ് കുടിച്ചത്, തിന്നു കുടിച്ചത് നാടിൻ നന്മയ്ക്ക്. കാവലിന് ഇവിടെ ഒരു നായില്ലേ, മീനാക്ഷി നിന്നുടെ നായർ കീകുന്നത് വന്നല്ലോ, മതി സംബന്ധം. ഇനി ഏതാണ് ചേട്ടാ? അടുത്തായി മറ്റൊരു ന്യൂ ജനറേഷൻ താരമായ സുനിൽ സുഗത. മോനി മാനുവലെ, ഈ ജോസഫേട്ടൻ നിന്നോട് ഒരു പണക്കില്ല. ജോസഫേട്ടൻ നിനക്ക് തരാനുള്ള പൈസ മുഴുവനും തന്നു തീർക്കും. നീ നല്ല മനസ്സിലവനാ, നീ നന്നാവും. എന്ന പോട്ടെ മോനി മാനുവലെ. ഇനി മിമിക്രിക്കാർക്ക് അഭിമാനമായി മിമിക്രി രംഗത്ത് നിന്ന് കടന്നു വന്ന് ദേശീയ അവാർഡ് വരെ നേടിയ സലീമാന്റെ ഒരു ശബ്ദം. ആദ്യമേ തന്നെ എല്ലാവർക്കും എന്റെ നമസ്കാരം. മിസ്റ്റർ തരം, ഞാനെന്ത് പറയുന്നത് കേൾക്കുന്നത് എന്റെ മാതൃഭൂമി അറിഞ്ഞുകൊള്ളണോ? അല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഒരാൾ വാഹനം കഴുകുമ്പോ വാഹനത്തിന് വലതുവശം തിരിക്കാൻ പാടില്ല. ഐ ആം പാരലൽ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഭവാനി സ്വീറ്റ് ചെയ്യും. ഭവാനി മനസ്സ് വിരിച്ചാൽ ഈ കലവറ നമുക്കൊരു മണികറക്കാം. ഓക്കെ. ചേട്ടാ, അവസാനമായിട്ടെന്ന് പറഞ്ഞപ്പോ ഇനി എന്താ നമുക്ക് പെർഫോമൻസ് ഇല്ലേ? ഇനി നമുക്കൊരു ഫിഗർ. ചേട്ടൻ നേരത്തെ പറഞ്ഞ സസ്പെൻസ്. അതെ. എന്താണ് ചേട്ടാ അത്? അതായത് പണ്ട് കേരളം, നമ്മുടെ എല്ലാം വിശ്വാസമാണ്, പണ്ട് കേരളം ഭരിച്ചിരുന്നത് മഹാബലി തമ്പുരാനാണ്. എന്നാൽ ഇന്ന് കേരളം ഭരിക്കുന്നത് മറ്റൊരു രാജാവാണ്. അദ്ദേഹത്തിന്റെ വേഷത്തിൽ ഒന്ന് വരാം. ഓക്കെ. ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പഴയ പിണറായി വിജയനായിരുന്നെങ്കിൽ എന്തൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വെറുതെ പറയണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണും കൊളുത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സർക്കസ് ഡ്രിവൻ ബൈ ഡാറ്റ്സൺ റെഡിഗോ. സാർ, ഇപ്പോ എല്ലാ നേതാക്കന്മാരും ഇങ്ങനെ കൈ ഇങ്ങനെ വീഴ്ചയാണല്ലോ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെന്താണ് ഈ മുഷ്ടി പിടിച്ച കൈയായിട്ട് അഭിസംബോധന ചെയ്യുന്നത്? അത് എനക്ക് തെറ്റുപറ്റിയതല്ല. പ്രതിപക്ഷത്തിലും അവരുടെ പാർട്ടി ചിഹ്നത്തിലും വലിയ തോതിലുള്ള പ്രചാരണം കിട്ടാതിരിക്കാൻ അവരുടെ പാർട്ടി ചിഹ്നം ഞാൻ മനഃപൂർവ്വം മറച്ചു പിടിച്ചതാണ്. സാർ, ഒരു ചോദ്യം കൂടി. അതായത് അങ്ങയുടെ ഈ മുന്നണിയിലുള്ള മറ്റു പാർട്ടിക്കാർക്ക് കുറെ അനിഷ്ടങ്ങളൊക്കെ അവരും പറയുന്നുണ്ടല്ലോ, അതിൽ വല്ല സത്യമുണ്ടോ? അത് സത്യമുണ്ടായാലും ഇല്ലെങ്കിലും എനക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ.
വിരട്ടലും വിലപേശലും ഒന്നും ഈ പാർട്ടിയോട് വേണ്ട. അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മള് എന്നും പാർട്ടിക്ക് കീഴിലായിരിക്കണം. നമ്മള് കീഴ്പ്പെടുത്തേണ്ടത് നമ്മളുടെ ശത്രുക്കളെയാണ്. പക്ഷേ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എപ്പോഴും നമ്മുടെ പാർട്ടിക്ക് കീഴിൽ തന്നെ ഇരിക്കണം. അതൊരു തോൽവിയായി ആരും കാണേണ്ട കാര്യമില്ല. കാരണം എന്റെ നാട്ടില് ഒരു ചൊല്ലുണ്ട്, ആരെയും പേടിയില്ലെങ്കിലും സ്വന്തം പുറയുടെ തൂണിനെങ്കിലും പേടി വേണമെന്ന്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല ആൾക്കാർക്കും ഒരു തോന്നലുണ്ട്, നമ്മളെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാമെന്ന്. അതൊക്കെ വെറുതെയാണ്. അത്തരം കാര്യങ്ങളുടെ ഒന്നും കാര്യം ഇപ്പോഴില്ല. ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പഴയ പിണറായി വിജയനായിരുന്നെങ്കിൽ എന്തിനെ കുറിച്ചൊക്കെ വെറുതെ പറയണം.